എല്ലാവർക്കും നമസ്കാരം. ഈ വിശദീകരണത്തില് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ വളരെ അടിസ്ഥാനപരവും എന്നാൽ ഒത്തിരി രസകരവുമായ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. സ്പേസിലെ അളവുകളെയും സ്ഥാനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വളരെ വലിയ ശൂന്യമായൊരു മുറി, അവിടെ പൂർണ്ണമായും അദൃശ്യമായ ഒരു ഇലക്ട്രിക് ചാർജ് ഇരിപ്പുണ്ട്. നിങ്ങളതെങ്ങനെ കൃത്യമായി കണ്ടെത്തും? അത് എവിടെയാണെന്ന് മറ്റൊരാൾക്ക് എങ്ങനെ വിശദീകരിച്ചു കൊടുക്കും? കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ? എന്നാൽ ഇതിനുള്ള ഉത്തരം ഒരു 3D മാപ്പ് അഥവാ ത്രിമാന ഭൂപടം നിർമ്മിക്കുക എന്നതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു അതിമനോഹരമായ ഗണിതശാസ്ത്ര രൂപരേഖയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ്. ഈ ഗണിതശാസ്ത്ര രൂപരേഖയെ വളരെ ഈസിയായി ഡീകോഡ് ചെയ്യാൻ നമ്മൾ 5 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. കോർഡിനേറ്റ് സിസ്റ്റം എന്ന ആശയം, റെക്ടാങ്കുലർ സിസ്റ്റം, സ്ഥാനവും ദൂരവും, ഇക്വേഷനുകളും മാട്രിക്സ് രൂപവും, പിന്നെ അവസാനം ഡിഫറൻഷ്യൽ ഘടകങ്ങൾ. നമ്മുടെ ഒന്നാമത്തെ സെഷൻ, കോർഡിനേറ്റ് സിസ്റ്റം എന്ന അടിസ്ഥാന ആശയം. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾ അളക്കുന്നതിനു മുൻപ് നമുക്കിതേക്കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. സിമ്പിളായി പറഞ്ഞാൽ എന്താണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം? ഇതൊരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്കാണ്. അതായത് ശൂന്യമായ സ്പേസിലെ പോയിന്റുകൾ, ചാർജുകൾ, ഫീൽഡുകൾ എന്നിവ അദ്വിതീയമായി ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാപ്പാണിത്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒരു ഗൈഡാണെന്ന് വെച്ചോളൂ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിനെ കാർട്ടീഷ്യൻ സിസ്റ്റം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗ്രാഫ് പേപ്പറുകളിൽ വരച്ച 2D പ്ലെയിനുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? എക്സ്, വൈ അക്ഷങ്ങൾ മാത്രമുള്ള പരന്ന പ്രതലങ്ങൾ. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ആ ഒരു ഫ്ലാറ്റ് ഗ്രാഫ് പോരാ. അവിടെ നമുക്ക് 3D സ്പേസ് തന്നെ ആവശ്യമാണ്. അവിടെ എക്സ്, വൈ എന്നിവയ്ക്കൊപ്പം സെഡ് എന്ന മൂന്നാമതൊരക്ഷം കൂടി കടന്നുവരുന്നു. ഈ ത്രിമാന സിസ്റ്റത്തെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. Now, what's really interesting about this slide is ഈ 3 ലംബമായ അക്ഷങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിന്റെ അനന്തമായ അതിരുകളെ എങ്ങനെ മാപ്പ് ചെയ്യുന്നു എന്നത്. എക്സ്, വൈ, സെഡ് എന്നീ 3 അക്ഷങ്ങളും പരസ്പരം ലംബമാണ്, അതായത് ഓർത്തോഗണലാണ്. -ഇൻഫിനിറ്റി മുതൽ +ഇൻഫിനിറ്റി വരെ നീളുന്ന അതിരുകളില്ലാത്ത സ്പേസാണിത്. ഈ വിശാലമായ ലോകത്ത് കൃത്യമായ ദിശ കാണിക്കുന്നതിനായി നമ്മൾ AX, AY, AZ എന്നീ യൂണിറ്റ് വെക്ടറുകൾ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ സെക്ഷൻ, ബിന്ദുക്കൾ, സ്ഥാനം, ദൂരം. അനന്തമായ ഈ 3D ഗ്രിഡിൽ നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു സിറ്റിയിലെ ബ്ലോക്കുകളിലൂടെ നടക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. നമ്മുടെ യാത്ര തുടങ്ങുന്നത് എപ്പോഴും 000 എന്ന ഒറിജിനിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ ഹോം ബേസ്. അവിടെ നിന്നും ആദ്യം എക്സ് അക്ഷത്തിലൂടെ കുറച്ചു ദൂരം നടക്കുന്നു, പിന്നെ തിരിഞ്ഞ് വൈ അക്ഷത്തിന് സമാന്തരമായി നടക്കുന്നു. അവസാനം സെഡ് അക്ഷത്തിന് സമാന്തരമായി മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ ലക്ഷ്യസ്ഥാനമായ P(x, y, z) എന്ന പോയിന്റിൽ എത്തുന്നു. ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള നേരിട്ടുള്ള രേഖയെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ എപ്പോഴും ഒറിജിനിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഒറിജിനുമായി ബന്ധമില്ലാത്ത സ്വതന്ത്രമായ 2 പോയിന്റുകൾക്കിടയിലുള്ള ദൂരമോ? അതിനാണ് നാം ഡിസ്റ്റൻസ് വെക്ടർ ഉപയോഗിക്കുന്നത്. അതായത് സ്പേസിലുള്ള P എന്ന ബിന്ദുവിൽ നിന്ന് Q എന്ന ബിന്ദുവിലേക്കുള്ള നേരിട്ടുള്ള ദൂരവും ദിശയും. രണ്ടാമത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിൽ നിന്ന് ആദ്യത്തേത് മൈനസ് ചെയ്താൽ വളരെ ഈസിയായി ഈ ഡിസ്റ്റൻസ് വെക്ടർ കണ്ടുപിടിക്കാം. നാലാമത്തെ സെക്ഷൻ, സമവാക്യങ്ങളും മാട്രിക്സ് രൂപവും. മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാകും. എന്നാൽ ഇത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. ആൻഡ് ദിസ് ബ്രില്യൻ്റ്ലി ഇലിസ്ട്രേറ്റ്സ് ഈ ടീൽ ഗ്രീൻ മാട്രിക്സ് നമ്മൾ ഇതുവരെ സംസാരിച്ച 3 സ്പേഷ്യൽ ഘടകങ്ങളെ എത്ര മനോഹരമായാണ് അടുക്കി വച്ചിരിക്കുന്നതെന്ന് നോക്കൂ. വെക്ടറുകളുടെ ദിശ കാണിക്കുന്ന യൂണിറ്റ് വെക്ടറുകളായ AX, AY, AZ എന്നിവയെ അവയുടെ മൂല്യങ്ങളായ AX, AY, AZ എന്നിവയുമായി ഈ മാട്രിക്സ് ഒന്നിനൊന്ന് ബന്ധിപ്പിക്കുന്നു. മാപ്പ് ഡയറക്ഷൻസ് വളരെ സ്ട്രക്ചേർഡായി എഴുതിവെക്കുന്ന ഒരു രീതി മാത്രമാണിത്. ഇനി 5ാമത്തെയും അവസാനത്തെയും സെക്ഷനിലേക്ക് വരാം. സ്പേസിലെ ഡിഫറൻഷ്യൽ ഘടകങ്ങൾ. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷനുകളുടെയും അടിസ്ഥാന ഇഷ്ടികകളാണിവ. ആദ്യം നമ്മൾ ഡിഫറൻഷ്യൽ ലെങ്ത് അഥവാ DL എന്താണെന്ന് നോക്കുന്നു. സിമ്പിളായി പറഞ്ഞാൽ സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ദിശയിലേക്കുമുള്ള വളരെ ചെറിയൊരു ചുവടുവെപ്പ്. ഇതൊരു 1D അളവാണ്. എക്സ്, വൈ, സെഡ് എന്നീ 3 ഡയറക്ഷനിലേക്കുമുള്ള ആ ചെറിയ മൈക്രോസ്കോപ്പിക് സ്റ്റെപ്പുകളുടെ തുകയാണ് ഈ ഡിഫറൻഷ്യൽ ലെങ്ത്.
ഇനി ചെറിയൊരു വിസ്തീർണത്തിന്റെ കാര്യമോ? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ചെറിയ ഡിഫറൻഷ്യൽ നീളങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 2D ആയ ഡിഫറൻഷ്യൽ ഏരിയ അഥവാ DS ലഭിക്കുന്നു. ഉദാഹരണത്തിന് Y അക്ഷത്തിലെയും Z അക്ഷത്തിലെയും ലെങ്തുകൾ ഗുണിച്ചാൽ X ദിശയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ചെറിയ ഏരിയ നമുക്ക് കിട്ടും. നമ്മുടെ കോർഡിനേറ്റ് അക്ഷങ്ങൾ പരസ്പരം ഓർത്തോഗണലാണ് എന്നതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണിത്. അവസാനമായി ഡിഫറൻഷ്യൽ വോള്യൂം അഥവാ DV. ഇതൊരു വെക്റ്റർ അല്ല കേട്ടോ, ഇതൊരു സ്കേലാർ അളവാണ്. സ്പേസിലുള്ള മൈക്രോസ്കോപ്പിക്കായോ ഒരു ചെറിയ 3D ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാം. dx, dy, dz എന്നീ 3 അളവുകളും ഗുണിച്ചാണ് ഈ വോള്യൂം കണ്ടെത്തുന്നത്. വോള്യൂം ചാർജ് ഡെൻസിറ്റി പോലെയുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ചെറിയ 3D ബോക്സ് വളരെ അത്യാവശ്യമാണ്. സോ ദ ക്രൂഷ്യൽ പോയിന്റ് ഇസ്, ഈ സങ്കീർണമായ ഇക്വേഷനുകൾക്കും തിയറികൾക്കുമിടയിലും നാം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യത്തിനു മുന്നിൽ നമ്മുടെ ഈ സയൻസും കണക്കുകളുമൊക്കെ വളരെ ചെറുതാണെങ്കിലും പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ നമുക്കുള്ള ഏറ്റവും വിലപ്പെട്ട ഉപകരണം അതുമാത്രമാണ്. ഈ ഭൂപടങ്ങളും വെക്ടറുകളും ആ വലിയ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ മനോഹരമായ ശ്രമങ്ങളാണ്. ഈ റെക്ടാങ്കുലർ ബ്ലൂപ്രിന്റ് എത്രത്തോളം ലളിതവും മനോഹരവുമാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നേർരേഖകൾക്കും സമചതുരങ്ങൾക്കും ഈ സിസ്റ്റം പെർഫെക്റ്റ് ആണ്. എന്നാൽ ഒരു ഇലക്ട്രിക് ചാർജ് ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ ഷേപ്പിലോ ആണെങ്കിലോ? അപ്പോൾ നമ്മൾ എങ്ങനെ കൃത്യമായൊരു മാപ്പ് നിർമ്മിക്കും? തീർച്ചയായും അതിനായി സിലിണ്ടറിക്കൽ, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ച് നാം അടുത്തതായി പഠിക്കേണ്ടതുണ്ട്. ആ പുതിയ അറിവുകളുമായി അടുത്ത വിശദീകരണത്തിൽ കാണാം. അതുവരെ കീപ് ലേണിംഗ്.